അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ, അതായത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ കാണുന്ന ഒരുപാട് വീഡിയോകളുണ്ട്. ഒരാളെക്കുറിച്ച് അദ്ദേഹം എവിടെയോ പറഞ്ഞ വീഡിയോ സ്വന്തം വീഡിയോയുടെ മുന്നിൽ ആഡ് ചെയ്തുകൊണ്ട് ഇവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇടയിലേക്ക്, അതായത് ആ ഒരു പ്രസംഗമോ ആ ഒരാളെ ആരും അറിയാത്ത രീതിയിലേക്ക് പരസ്യമാക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ ഒരാളെ പരിഹസിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ ആളുടെ ന്യൂനതകൾ പരസ്യമാക്കുമ്പോൾ അവർ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ പരിഹസിക്കുമ്പോൾ ആ ആള് എത്രമാത്രം അതിൽ വിഷമിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന് നമ്മളെയോ നമ്മളെ വേണ്ടപ്പെട്ടവരെയോ ആരെങ്കിലും ഇതുപോലെ പരിഹസിക്കുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? കുറച്ച് ലൈക്കിനും അതുപോലെ ഫോളോവേഴ്സിനും ഷെയറിങ്ങിനും ഫേമസ് ആവാൻ വേണ്ടിയും ആരെ എന്തൊക്കെ പറയാം എന്നുള്ള പഠനത്തിലാണ് ജനങ്ങളുള്ളത്. എങ്ങനെയൊക്കെ ഒരാളെ അപമാനിക്കാം, എങ്ങനെയൊക്കെ ഒരാളെ ഉയർത്തിൽ നിന്ന് താഴേക്ക് തട്ടിയിടാം എന്നുള്ള ചിന്താഗതിയിൽ ജീവിക്കുന്ന എത്രയോ മനസ്സ് മരവിപ്പിച്ച മനുഷ്യരുണ്ട്. അവർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ആളുകളുടെ ഇടയിലേക്കാണ് എൻ്റെ ഈ എളിയനായ എൻ്റെ ഒരു വോയിസും ഞാൻ പ്രചരിപ്പിക്കുന്നത്. പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമായിരിക്കും. എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ വെച്ച് ഉള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യണം. നമ്മുടെ നാവ് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണല്ലോ. നാവില്ലാത്തവൻ്റെ ആഗ്രഹമാണ് എനിക്ക് നാവുണ്ടായി ഒന്നെങ്കിൽ എന്ന്. ഈ നാവിനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും ശരിക്ക് ചിന്തിക്കണം. കാരണം നാവിന് എല്ലില്ല, പക്ഷെ നാവ് ഉണ്ടാക്കുന്ന ആ മുറിവ് ചിലപ്പോൾ എല്ലുകളെക്കാൾ ശക്തി ഉണ്ടാവും. ശരിയല്ലേ? ഒരു മനുഷ്യനെ കൈകൊണ്ട് അടിച്ചാൽ മുറിവ് കാണാം, പക്ഷെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചാൽ അത് പുറത്തു കാണില്ല, അവൻ്റെ ഹൃദയത്തിലാണ്. തമാശ പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കളിയാക്കരുത്. സത്യം പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ഒരാളെ അപമാനിക്കുകയും ചെയ്യരുത്. ദേഷ്യം വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വേദനിപ്പിക്കുന്ന വാക്കുകളും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു കമന്റ് ഇടുന്നതിന് മുമ്പ് ആർക്കാണോ കമന്റ് അയക്കുന്നു ആ ആള് നമ്മളെ മുന്നിലുണ്ടെങ്കിൽ ആ ആളെ മുഖത്ത് നോക്കി നമുക്കത് പറയാൻ കഴിയുമെങ്കിൽ എഴുതാം.